ദേശാഭിമാനി എഡിറ്റർ തെരുവിൽ. ദേശാഭിമാനി വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയനെ ദേശാഭിമാനി ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം കാരണം കാണിക്കൽ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ തിരികെ ജോലിക്ക് കയറാം എന്നാണ് ദേശാഭിമാനി മാനേജ്മെന്റിന്റെ നിലപാട്. KR അജയന്റെ ദേശാഭിമാനിയിലെ മുറി പൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുറിയിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി KR അജയൻ അക്ഷരാർത്ഥത്തിൽ തെരുവിലായിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാനാകും. കാരണം ഒറ്റയടിക്കാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ പുറത്തു പോകേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലാളി ദ്രോഹമുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വലിയ ആഗോള പ്രസംഗം നടത്തുന്ന ആൾക്കാരാണ് സ്വന്തം സ്ഥാപനത്തിലെ ഒരാളെ പുറത്താക്കിയിരിക്കുന്നത്. കാരണം കാണിച്ചാൽ അത് ബോധ്യപ്പെട്ടില്ല എങ്കിൽ KR അജയന്റെ ജോലി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും വക്താക്കളാണ് ഈ കിടന്ന് കരഞ്ഞു മെഴുകുന്നത്. ഇനി എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ ഇറങ്ങേണ്ടിയിരുന്ന ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഇറങ്ങിയില്ല. അതിന് കാരണം അതിൽ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആ ഫീച്ചറിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് KR അജയനെ ഇപ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കള്ളൻ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് ഉള്ള ഒരു വ്യാഖ്യാനമാണ് വന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ KR അജയൻ തെരുവിൽ നിൽക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ നോക്കാം. ഈ മാസം 21-നാണ് VS അച്യുതാനന്ദന്റെ 1ാം ചരമ വാർഷിക ദിനം. അതുമായി ബന്ധപ്പെട്ട ഒരു വരാന്ത പതിപ്പായിരുന്നു ഇന്നലെ ഞായറാഴ്ച ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ അത് ഇറങ്ങിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ വരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജറുടെ പേരിൽ ദേശാഭിമാനിയുടെ 1ാം പേജിൽ തന്നെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതേ തുടർന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചു, മറ്റുള്ള വരിക്കാർ അന്വേഷിച്ചു, തങ്ങൾക്ക് കിട്ടേണ്ട വരാന്ത പതിപ്പ് എവിടെയെന്ന് വരിക്കാർ അന്വേഷിച്ചു. അതിന്റെ ഒടുവിലാണ് ഇങ്ങനെ വലിയൊരു കള്ളത്തരം വെളിവാകുന്നത്. പിണറായി വിജയന്റെ അന്തസ്സിന് ഏൽക്കുന്ന ഒരു ക്ഷതം എന്ന നിലയിലാണ് ഈ ഒരു ഫീച്ചർ വന്നാൽ ഉണ്ടാവുക. അതും VS അച്യുതാനന്ദന്റെ പേരിൽ ഇറങ്ങുന്ന വരാന്ത പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ വന്നാൽ അത് പിണറായിയെ ബാധിക്കും. അതുകൊണ്ട് ആ ഫീച്ചർ ഒഴിവാക്കിക്കൊണ്ട് വേണം വരാന്ത പതിപ്പ് ഇറക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് റെസിഡന്റ് എഡിറ്റർ അടക്കം സ്വരാജ് അടക്കമുള്ളവർ എത്തിയതിനെ തുടർന്നാണ് ഇന്നലെ വരാന്ത പതിപ്പ് ഇറങ്ങാതിരുന്നത്. മാത്രമല്ല VS-ഉമായി നമുക്കറിയാമല്ലോ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിഭാഗീയതയുടെ ഒടുവിലാണ് പിണറായി വിജയൻ പാർട്ടിയും ഭരണവും പിടിക്കുന്നത്. VS-നെ എവിടെയെല്ലാം ചവിട്ടിത്താഴ്ത്താമോ അവിടെയൊക്കെ ചവിട്ടിത്താഴ്ത്തി അദ്ദേഹത്തെ നിശബ്ദനാക്കിയ ശേഷമാണ് പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും അജയ്യനായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒടുങ്ങാത്ത പകയും ഇക്കാര്യത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. VS-ന്റെ പേരിൽ ഇങ്ങനെ ഒരു വരാന്ത പതിപ്പ് ഇറങ്ങുന്നത് വിരളി പിടിപ്പിക്കുന്നത് ആരെയാണ്? ആത്യന്തികമായി പിണറായി വിജയനെയാണ്. മാത്രമല്ല ഇവിടെ കള്ളൻ വിജയൻ എന്ന പേരിൽ അതേ വരാന്ത പതിപ്പിൽ ഒരു ലേഖനം വരുമ്പോൾ അതും വിരളി പിടിപ്പിക്കുന്ന ആരെയാണ്? പിണറായി വിജയനെ തന്നെയാണ്. സ്വരാജും റിയാസും അടക്കമുള്ളവർ ഇന്നലെ കിടന്ന് മെഴുകുകയായിരുന്നു. അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, മറ്റേതാണ് പ്രശ്നം, പ്രസിലെ പ്രശ്നമാണ്, സാങ്കേതിക പ്രശ്നമാണ്. ഇങ്ങനെ കിടന്ന് ഉരുളാതെ ഉള്ള കാര്യം പറഞ്ഞാൽ അവരുടെ പാർട്ടി സ്ഥാനം പോകും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ടി വന്നത്. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതായിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത VS-നെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്. അതാണ് പറയാനുള്ളത്. ഇവിടുത്തെ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ ഫീച്ചറിലെ നായകനാരാണ്? തിരുവനന്തപുരത്തെ പുല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു നാടക പ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ 36 വർഷമായി സജീവ നാടക പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഫീച്ചറിന്റെ തലക്കെട്ടാണ് കള്ളൻ വിജയൻ എന്ന പേരിൽ ഉള്ള ഫീച്ചർ. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് കള്ളൻ വിജയൻ. എന്തുകൊണ്ടാണ് ഈ വിജയന് കള്ളൻ എന്ന് പേര് വന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ വിളിപ്പേരാണ് കള്ളൻ. അദ്ദേഹത്തിന്റെ
ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ കുഞ്ഞുനാൾ മുതൽ കള്ളൻ കള്ളൻ എന്നാണ് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ പേര് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വിളിപ്പേരായി, അല്ലാതെ അദ്ദേഹം മോഷ്ടിച്ചതും കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന്റെ മുന്നിൽ ആ പേര് വന്നത്. വീട്ടിലെ വിളിപ്പേരാണ് കള്ളൻ എന്നുള്ളത്. പിന്നീട് വിജയൻ വളർന്ന് വലുതായപ്പോഴും ആ പേര് അദ്ദേഹത്തിന്റെ ഒപ്പം കൂടി. അങ്ങനെ കള്ളൻ വിജയൻ എന്നാണ് നാടകരംഗത്ത് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം സ്വന്തം വീടിനോട് ചേർന്ന് ധന്യ നാടക ഗ്രാമം എന്ന പേരിൽ അദ്ദേഹം ഒരു വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നാടക പ്രവർത്തകർക്ക് അവിടെ വന്ന് റിഹേഴ്സൽ നടത്താം, അവിടെ വന്ന് റിഹേഴ്സൽ നടത്തിയതിനു ശേഷം താമസിക്കാം, അവിടെ വന്ന് റിഹേഴ്സൽ നടത്തിയതിനു ശേഷം ഉണ്ട് ഉറങ്ങാം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ ധന്യ നാടക ഗ്രാമം എന്ന് പറയുന്ന പുല്ലുപാറ സ്വദേശിയായിട്ടുള്ള കള്ളൻ വിജയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും ഈ ധന്യ നാടക ഗ്രാമത്തെക്കുറിച്ചുമുള്ള ഫീച്ചറാണ് കള്ളൻ വിജയൻ എന്ന പേരിൽ ഈ വാരാന്തപ്പതിപ്പിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. എന്നാൽ അത് ചൊടിപ്പിച്ചതാരെയാണ്? പിണറായി വിജയനെയാണ്. നമുക്കറിയാമല്ലോ, പിണറായി വിജയനാണ് പാർട്ടിയും പോളിറ്റ് ബ്യൂറോയും എല്ലാം തന്നെ പിണറായി വിജയനാണ്. ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും എല്ലാം പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ദേശാഭിമാനി എന്നല്ല, ചിന്തയെന്നല്ല, ഒന്നും പ്രത്യക്ഷപ്പെടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളൻ വിജയൻ എന്ന പേരിലെ ഫീച്ചർ പ്രസിദ്ധീകരിക്കാതിരുന്നത്. അദ്ദേഹത്തിന് എതിരായി ഒരു വികാരമുണ്ടാകുമോ? അതും VS അച്യുതാനന്ദനെ കുറിച്ചുള്ള വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന പേര് തലക്കെട്ട് വരുമ്പോൾ അത് എവിടെയാണ് പോയി തറയ്ക്കുന്നത്? പിണറായി വിജയന്റെ നെഞ്ചത്തേക്കാണ് പോയി തറയ്ക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളൊന്നും വേണ്ട, അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷനും അദ്ദേഹം കഴിഞ്ഞ 10-26 വർഷമായി പാർട്ടിയിലും ഭരണത്തിലും എടുത്തിട്ടുള്ള ഏകാധിപത്യ പ്രവണതയും കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ ഈ പറയുന്ന കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ ഫീച്ചർ എടുത്തു മാറ്റൂ എന്ന് ദേശാഭിമാനിയിലെ അധികൃതർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാമെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയും പാർട്ടി പത്രവും ഒരു ദിവസം നിശ്ചലമായി പോകുന്നത്? പാർട്ടി പത്രം എന്തുകൊണ്ടാണ് ഒരു ദിവസം പുറത്തിറങ്ങാതെ പോകുന്നത്? ഒരിക്കലും സംഭവിക്കാത്ത പിഴവാണ്. ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത പിഴവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിന്റെ പേരിൽ തെറിച്ചിരിക്കുന്നത് അവിടുത്തെ ആ വാരാന്തപ്പതിപ്പിന്റെ ചുമതലയുള്ള KR അജയനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ തെരുവിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു തൊഴിലാളികൾക്കെതിരെ, പ്രത്യേകിച്ചും CITU യൂണിയനിൽ പെടുന്ന തൊഴിലാളികൾക്കെതിരെ അല്ലെങ്കിൽ CITU അനുബന്ധ തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അവിടെ കൊടികുത്തി ആ സ്ഥാപനം പൂട്ടിക്കുന്ന ടീമാണ്. പക്ഷേ ഇപ്പോൾ ദേശാഭിമാനിയുടെ മുന്നിൽ അജയനെ ഇറക്കി വിട്ടപ്പോൾ ഒരാൾ പോലും കൊടികുത്താനില്ല എന്നുള്ളതാണ് പച്ചക്കള്ളമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അതേ കള്ളമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്വന്തം കാര്യത്തിലാകുമ്പോൾ കൊടി വേണ്ട, വല്ലവന്റെയും കാര്യത്തിലാകുമ്പോൾ മാത്രം കൊടി മതി എന്നുള്ളതാണ് CPM നിലപാട്. അങ്ങനെ ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരനെ പുറത്താക്കിയാൽ അവിടെ കൊടികുത്തൽ വേണ്ട എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.